നോക്കടാ. അതെയോ? പാട്ട് കേൾക്കുന്നുണ്ട്. എവിടെയാണോ സ്റ്റേജ്? സ്റ്റേജ് എവിടെയാന്ന് അറിയത്തില്ല, പോയി നോക്കട്ടെ കേട്ടോ. ചാലിശ്ശേരിയാണ്, ചാലിശ്ശേരി. എന്തൊക്കെയോ കുറെ പരിപാടികളുണ്ട്, കുറെ ദിവസമായിട്ടുണ്ട്, ഞങ്ങൾ എന്തുകൊണ്ടും അറിഞ്ഞില്ല. അപ്പൊ ഇന്ന് ഞങ്ങള് റീൽസ് ഒക്കെ കണ്ട് എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട്. എന്തൊക്കെയോ ഒരുപാട് പരിപാടികളുണ്ട്, നമുക്ക് നോക്കാം. നല്ല തിരക്കുണ്ട് കേട്ടാ. ഇന്നലെ റിമി ടോമിയുടെ ഗാനമേള ഉണ്ടായിരുന്നു, മിനിങ്ങാന്ന് നവ്യ നായരുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ അറിഞ്ഞപ്പോഴേക്കും ഇന്നിനിപ്പോൾ ആരുടെ പരിപാടിയാണെന്ന് അറിയത്തില്ല. ഗാനമേള എന്തോ ഓടിട്ടിരിക്കുന്നുണ്ട്, നോക്കാം. ഇല്ല, പാട്ടിന് വേണ്ടിട്ടല്ല, ഞാൻ വെറുതെ പിടിച്ചത്, നമുക്ക് യൂട്യൂബിലെ. ഓ, അവിടെ ഗാനമേള നടക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. അവിടെ തന്നെ അല്ലേ ഗാനമേള? അമ്മ ഒരു ലൈറ്റൊക്കെ ഓഫ് ചെയ്തല്ലോ. ഫ്രീ ആയതുകൊണ്ട് മാത്രം ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇത്. പറച്ചില് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ഭംഗിയുള്ള ഒരേ ഒരു സാധനം, നല്ല തിരക്കുണ്ട് കേട്ടോ. സംഭവം 2 ദിവസം മുന്നേ വരെയുള്ള പരിപാടികളെല്ലാം ഗംഭീരമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സാധാരണ ഗാനമേള, മോശം പറയാനൊന്നുമില്ല. എന്നാലും ഇന്നലെ വരെയൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഞങ്ങൾ വന്നോണ്ടാന്ന് തോന്നുന്നു ഒരു സാധാ യൂഷ്വൽ ഗാനമേള. അയ്യോ പോയാ. റോഡിനപ്പുറത്തെ സൈഡിലും ഫുൾ ഗ്രൗണ്ട് നിറച്ച് പാർക്കിംഗ് ആണ്. റോഡിലും ഇടയുള്ളിടത്തെല്ലാം പാർക്കിംഗ് ആണ്. അമ്പലത്തിന്റെ ഗ്രൗണ്ടിലും ഫുൾ പാർക്കിംഗ് ആണ്. ഇത്രയധികം ആൾക്കാരുണ്ട് ഇവിടെ. സ്റ്റാളിനകത്ത് കയറിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു എക്സിബിഷൻ, അത്രേ ഉള്ളൂ. എക്സിബിഷനിലുള്ള പോലത്തെ നല്ല സാധനങ്ങൾ പോലും ഇല്ല. ഡിസ്ട്രിക്ട് വൈസിൽ തിരിച്ച് എന്തൊക്കെയോ പ്രൊഡക്ട്സിന്റെ ഒരു സെയിലായിരുന്നു. കൊള്ളത്തില്ലായിരുന്നു, മൊത്തത്തിൽ കൊള്ളത്തില്ലായിരുന്നല്ല, നമ്മൾ എന്തൊക്കെയോ ഒത്തിരി പ്രതീക്ഷിച്ചു വന്നു, അതിന്റെ പ്രശ്നം. ഇത് ചാലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മൾ 3 ജില്ലകളുമായിട്ട് അതിന്റെ ഒരു ഒത്ത പ്രദേശമാണ്. അതായത് ഇതിന്റെ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 കിലോമീറ്ററിൽ തൃശ്ശൂർ ജില്ലയാണ്. അതുപോലെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണ്. ഇവിടുന്ന് ഒരു കുറച്ച് പറയുന്ന പോലെ 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മലപ്പുറം ജില്ലയാണ്. അപ്പം ഇതാണ് ചാലിശ്ശേരി. നമുക്ക് വീഡിയോ എടുക്കുന്നതിന്റെ കലിപ്പ് കളഞ്ഞ ഉണ്ടല്ലോ ഇന്ന് ഞാൻ.
എന്തായാലും ഇവിടെ വന്നല്ലേ, വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. ഒരു ഐസ്ക്രീം കുത്തി കെട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്ത്? അയ്യേ, എന്തിനാ ടവലത് നക്കിയാ പോരേന്ന് ജന്തു. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ വന്നത്, എല്ലാം ചീറ്റിപ്പോയി. അതിനകത്തുണ്ട് ടവൽ, എടുത്ത് തുടക്കി. പാട്ടുകളൊന്നും കുഴപ്പമില്ല, പക്ഷെ ഞാൻ റിമി ടോമിയെ പോലെ ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു ഓടിപ്പിടച്ച് വന്നതാ. ുണ്ടാപ്പി എവിടെ കയറി ഇരിച്ചെന്നേ? അവിടെ ഒന്നും ഇരിച്ചാന് പാടില്ല, നിങ്ങള് അവിടെ ഒന്നും ഇരിച്ചാന് പാടില്ല. ഇറങ്ങടാ തെണ്ടിക്കുറുക്ക താഴത്ത്, ഇറങ്ങടാ തെണ്ടിക്കുറുക്ക താഴെ ഇറങ്ങടാ. അവിടെ ഇറങ്ങിക്കോ പന്നാ. ആ അങ്ങനെ, ഗുഡ് ബോയ്. ആ മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. എന്താ, ഒരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല പച്ചച്ചക്ക, പഴുത്തതുണ്ടായിരുന്നു കേട്ടോ, അത് മൊത്തം തിന്നു. പച്ചച്ചക്കയുണ്ട്. ഇത് നാളെ ഞാൻ ഒന്നെങ്കിൽ ഇത് ചിലപ്പോൾ കറിയായിട്ടോ എല്ലാം വെക്കും. ഇവിടെ പുഴുങ്ങൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടം. അപ്പോൾ കറിയായിട്ട് വെക്കാം, അപ്പം എന്നെ കഴിച്ചോളും. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് പച്ചക്ക തിന്നു തീർക്കും. ഇപ്പോൾ ഡിന്നറിന് എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കണം, അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. ഇവിടെ വൈകുന്നേരം ആർക്കും ചോറിറങ്ങത്തില്ല, എനിക്ക് ചോറ് വേണം, വേറെ ആർക്കും ചോറിറങ്ങത്തില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. ഓ, അവളെ ഏതാണ്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു, ഒന്ന് നക്കി നോക്കിയിട്ട് പോകുന്നു.